ഇന്നലെ ഞെട്ടിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത് സർക്കാരിന്റെ ബദ്ധശത്രുക്കളായ രണ്ടുപേരെ VC ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ്. അതിലൊരാൾ കടുത്ത RSSകാരനാണ്. കുസാറ്റിന്റെ താൽക്കാലിക VC ആയി നിയമിച്ച ഡോക്ടർ K ശിവപ്രസാദ് അറിയപ്പെടുന്ന RSSകാരനും RSSന്റെ അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. അതുപോലെ തന്നെയാണ് ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി നിയമിച്ചതും. ഡോക്ടർ സിസ തോമസ് രാഷ്ട്രീയ മോഹമില്ലാത്ത തന്റെ ജോലി ഭംഗിയായി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു അക്കാഡമീഷ്യനായിരുന്നു. അവരെ ഗവർണർ അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC ആയി നിയമിക്കുന്നു. എന്നാൽ സർക്കാർ ആഗ്രഹിച്ചിരുന്നത് അവരെ നിയമിക്കാനായിരുന്നില്ല. സർക്കാരിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിനെ തുടർന്ന് അവർ ചുമതലയേറ്റതിന് അവരനുഭവിച്ചത് ചെറിയ പ്രതിസന്ധിയല്ല. അവരോട് പക വീട്ടുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഒക്കെ സർക്കാർ ഉപയോഗിച്ചു. അവർക്ക് ചുമതലയേൽക്കാനോ ഉത്തരവാദിത്വം ചെയ്യാനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഒടുവിൽ അവർക്കെതിരെ കള്ളക്കേസുകൾ നിരവധി ചുമത്തി. ഗവർണറുടെ ഉത്തരവ് പാലിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞ് കേസെടുത്തു. അതിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയുണ്ടായി. അവർ അതിനെതിരെ കേസ് നടത്തി വിജയിച്ചു. സർക്കാർ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി കേസ് പരിഗണിക്കാതെ തള്ളി. എന്നിട്ടും സർവകലാശാലയിലെ ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞ് മോഷണക്കുറ്റം ചുമത്തി അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ സർക്കാർ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാക്കി അകറ്റി നിർത്തിയിരിക്കുന്ന ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി അവരുടെ റിട്ടയർമെന്റിന് ശേഷം നിയമിച്ചത് കൃത്യമായ അജണ്ടയോടെയാണ്. സർക്കാരിനെ വെല്ലുവിളിക്കുക മാത്രമല്ല, സർവകലാശാലകൾ ഇനി BJP ഭരിക്കട്ടെ, നയിക്കട്ടെ എന്ന നിലപാടും ഗവർണർക്കുണ്ട്.